വേറെ സ്ഥലം എന്നറിയില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ധാരാളം ഫിഷിംഗ് ബോട്ടുകളും കാര്യങ്ങളും കിടപ്പുണ്ട്. ഇവിടെ ഒരു പാലവും വരുന്നുണ്ട്, പുതിയതായിട്ടൊന്നൊരു പാലം വരുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഒരാളെയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോയിരിക്കും. ഇവിടെ പാലത്തിൻ്റെ പണി നടക്കണുള്ളൂ. ലോവാണ്, എത്ര ആളായെന്നറിയില്ല. അറിയില്ല. ഇവിടെ ഐസ് കെട്ടാനൊരു വലിയ ഷിപ്പ് കിടപ്പുണ്ട്, മീൻപിടുത്ത ഷിപ്പ്. അപ്പോൾ സ്ലിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് പോണില്ല. നീന്തൽ അത്ര പിടിയില്ല. ബോട്ടിൽ ഡീസൽ അടിക്കാനും ഐസ് കയറ്റാനും കൊണ്ട് നിട്ടിരിക്കുക. ബോട്ട് എന്ന് പറയാൻ പറ്റിയ ചെറിയ ഷിപ്പാണ്, അത്യാവശ്യം ഷിപ്പാണ്, ഫിഷിംഗ് ഷിപ്പ്. ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഷിപ്പുകൾ, ആ തീരത്ത്. ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ഒരു പിടിയില്ല, അങ്ങനെ പോകുന്നു. കണ്ടുകൂടാ, അതുകൊണ്ടാണ്. ഫിഷിങ് കഴിഞ്ഞൊരു ബോട്ട് തീരത്തോടെ അടുത്ത് വന്നുണ്ട്. മീൻ കിട്ടിയോന്നറിയില്ല അവർക്ക്. ഇവിടെയൊക്കെ നിറയെ ഐസ് ഫാക്ടറികളാണ്, ചുറ്റും ഐസ് ഫാക്ടറികളാണ്. ഇവിടെ ഫിഷിൻ്റെ ഏരിയ ഉണ്ട്, ഐസ് ഫാക്ടറി. അതാണ് ഈ ഒച്ച, നല്ല ഒച്ചയുണ്ട്, കേൾക്കാൻ പറ്റുന്നറിയില്ല. ഏതായാലും ഇവിടുന്ന് പോകാൻ സമയം, ഞങ്ങളേതായാലും ഇവിടുന്ന് പോവുകയാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കും, 4:30 വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സൂര്യാസ്തമയം കണ്ടിട്ട് പോവാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാന്ന് പറഞ്ഞാൽ വെറുതെ അവിടെ പോയിരിക്കും, ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല കാണാൻ. അപ്പോൾ ഇതാണ് മുനമ്പം ബീച്ചിലെ പുലിമുട്ട്. ജസ്റ്റ് ഒന്ന് മുമ്പോട്ട് പോയി നോക്കാം. അങ്ങോട്ട് ലൈറ്റാണ്, പടിഞ്ഞാറ് ഭാഗമുണ്ട്. അങ്ങനെ ഫിഷിങ്ങിലൂടെ ആയിട്ടാണ് ഫിഷ് ചൂണ്ടിട്ട് കഴിഞ്ഞാൽ കയ്യിലുണ്ട്. അങ്ങോട്ട് ഇഷ്ടം വരെ ഇവിടം വരെ ഉണ്ട്. ആണ് പുലിമുട്ടിൻ്റെ എൻഡ്. ആണ് മുനമ്പം ബീച്ച് പുലിമുട്ട്. അപ്പോൾ ഇതൊരു പുലിമുട്ടാണ്. അപ്പുറത്തെ ആൾക്കാരെ കാണുന്നുണ്ട്, അത് അവിടെ നിന്ന് വന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു ജയൻറ്റ് വീലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് മുനമ്പം ബീച്ചിലാണ്. സൂര്യൻ അസ്തമിക്കാറുണ്ട്, ആയിട്ടില്ല, ഇവിടെ സമയം. അപ്പോൾ അവിടെ കയാക്കിങ്ങൊക്കെ നടക്കുന്നുണ്ട്. പിള്ളേരെയൊക്കെ ചെറിയ ബോട്ടിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഒരു വൃത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ട ഇവിടെ വരുമ്പോഴത്തേക്കും നിറയെ വേസ്റ്റാണ്. ഇതാണ് നമ്മുടെ സംസ്കാരം. വേസ്റ്റ് നിറയെ റോട്ടിൽ കിടക്കാം, റോഡിൽ. ഇത് അവസാനിപ്പിക്കാതെ ഒരിക്കലും ഇന്ത്യക്കാരൻ ഒരു സായിപ്പിൻ്റെ മുമ്പിലും നെളിഞ്ഞു നിന്നിട്ട് കാര്യമില്ല.
ഞങ്ങൾ പറയുന്നതാണ് ഇതുപോലെ ഇങ്ങനെ വേസ്റ്റ് പുഴയിലും കായലൊക്കെ തള്ളുന്നത് അവസാനിപ്പിക്കാതെ. സായിപ്പിൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ വലിയ ആളാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവരെ ആ സംസ്കാരങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതിയായിരുന്നു. ഇന്ത്യക്കാരനെന്ത് എങ്ങനെയായി പോയെന്നറിയില്ല. കുറ്റം പറയണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാണുന്നത് പറയുന്നു. അത് ഇന്ത്യക്കാരനും കൊള്ളാം, ആരായാലും കൊള്ളാം. ഇന്ത്യക്കാരനാണ് ചെയ്യണമെങ്കിൽ ഇന്ത്യക്കാരനെ പറയും, അത്രേ ഉള്ളൂ. ഇന്ത്യക്ക് കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾ ശരിയല്ല, ഇവിടെ ജീവിക്കുന്ന ആളുകൾ ശരിയല്ല എന്ന് ഞാൻ പറയും. അവരുടെ രാജ്യമാണ്, സ്വന്തം രാജ്യമാണെന്ന് ചിന്തിക്കാതെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് കായലിലും പുഴയിലും തള്ളി എല്ലാം ആയി. ഞങ്ങൾ വീണ്ടും ചെറായി ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. സൂര്യാസ്തമയം ഇവിടെ കാണാമെന്ന് കരുതുന്നു. ഇതിൻ്റെ മുകളിലിരുന്ന് കാണാം. അപ്പോൾ ആ കാണുന്നതാണ് ചെറായി ബീച്ച്. അവിടെ ആളുകൾ നിൽക്കാൻ കാണാൻ പറ്റും. അവിടെ നിന്ന് പതിയെ പുറയിലേക്ക് വന്ന് അവിടെ കുഴിപ്പള്ളി ബീച്ച് മുറ്റത്ത് കാണാം. കുഴിപ്പള്ളി ബീച്ചിൻ്റെ നേരത്തെ പോയ സ്ഥലമാണ്. ചെറായി ബീച്ചിനും കുഴിപ്പള്ളി ബീച്ചിനും നടുക്കാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതിലും അസ്തമയം ഇവിടെ ഇരുന്ന് കാണാമെന്ന് വിചാരിക്കും. ഇവിടം വരെ വെള്ളടിയുണ്ട്. മറ്റുള്ളവർ കാണുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിഴൽ പോലെ ഒരാൾ കൂടി എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുമണി. അവനെ ആർക്കും കാണാൻ കഴിയില്ല. അവൻ എൻ്റെ ഉള്ളിലിരുന്ന് കാണുന്നുണ്ട് എല്ലാം. അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും രണ്ടുപേരും ഒരുമിച്ച് എൻ്റെ പാവം കുഞ്ഞുമണി അവൻ എന്തിനെന്നെ ഒറ്റയ്ക്കാക്കി പോയി.